ഹായ് പ്രവാസി സുഹൃത്തുക്കളെ, പല ആളുകൾക്കും എന്താണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത കാലയളവിലേക്ക് സ്ഥിരമായിട്ട് ഒരു നിക്ഷേപിക്കുന്നതിനെയാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത തുക എല്ലാ മാസവും ഒരു സേവിങ്സിലേക്ക് നിക്ഷേപിക്കുന്നതിനാണ് റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് FD എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു തുകയുണ്ട്, ഒരു 1,00,000 രൂപയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ തുക ഒരു 3 വർഷത്തേക്കോ 5 വർഷത്തേക്കോ സ്ഥിരമായിട്ട് ഒരു അക്കൗണ്ടിൽ ഒരു ഇതിൽ നിക്ഷേപിക്കുന്നതിനെയാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും ഓരോ മാസവും ഒരു നിശ്ചിത നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് 5,000 രൂപയോ ഒരു 1,000 രൂപയോ ഒക്കെ. ഇത് നിങ്ങളൊരു സേവിങ്സ് ആയിട്ടുള്ള റിക്കറിംഗ് ഡിപ്പോസിറ്റിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ എല്ലാ മാസവും 5,000 രൂപ വെച്ച് ആ റിക്കറിംഗ് ഡിപ്പോസിറ്റിലേക്ക് ഇത്ര കാലയളവിലേക്ക് നിക്ഷേപിക്കുന്നു. ഇതിനാണ് റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഡിപ്പോസിറ്റിലും കോമ്പൗണ്ടിങ് നടക്കുന്നതിനാൽ ദീർഘകാലം കഴിയുമ്പോൾ നിങ്ങളുടെ നിക്ഷേപം പെട്ടെന്ന് വളരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ആരെങ്കിലും ഉയർന്ന തുക ഒക്കെ കൊണ്ടുപോയിട്ട് ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാതെ അതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഇടുക. സ്ഥിരമായിട്ട് എല്ലാ മാസവും കുറച്ച് പൈസ ഒരു സാധാരണ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റി സേവ് ചെയ്യാതെ ഇതൊരു റിക്കറിംഗ് ഡിപ്പോസിറ്റിലേക്ക് ഇടുക.